ഇന്ദിരാ ഗ്യാരണ്ടി സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുന്നത് നിയന്ത്രണങ്ങളോടെയെന്ന് സൂചന. പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കെ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകൾ മാത്രമായി പരിമിതപ്പെടുത്തിയേക്കും. പ്രത്യേക പിങ്ക് ബസ്സുകൾക്കൊപ്പം ദീർഘദൂര യാത്രകൾക്കായി സ്പെഷ്യൽ ബസ്സുകളും പരിഗണനയിലുണ്ട്. സാമ്പത്തിക ബാധ്യതകളും പ്രവർത്തന പരിധികളും കണക്കിലെടുത്ത് സമഗ്രമായ പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാനത്തുടനീളം വൻ പ്രതീക്ഷ ഉയർത്തിയ സൗജന്യ യാത്രാ പദ്ധതി സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പരിമിതികളോടെ നടപ്പിലാക്കാനാണ് സർക്കാർ നീക്കം. 140 കിലോമീറ്റർ വരെയുള്ള ഓർഡിനറി ബസ് യാത്രയ്ക്ക് മാത്രമായിരിക്കും സൗജന്യമെന്നതാണ് നിലവിലെ സൂചന. പിങ്ക് ബസ്സുകൾക്ക് പുറമെ ദീർഘദൂര യാത്രകൾക്കായി പ്രത്യേക ബസ്സുകളും പരിഗണനയിലുണ്ടെങ്കിലും അവ ആഴ്ചയിൽ 3-4 ദിവസം മാത്രമായി ചുരുക്കിയേക്കും. പദ്ധതി നടത്തിപ്പിലൂടെ KSRTCക്ക് പ്രതിമാസം 122.46 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് കണക്കിലാക്കുന്നത്. നിലവിൽ സർക്കാർ നൽകുന്ന 124 കോടി രൂപയുടെ സഹായത്തിന് പുറമെയാണിത്. ഇതോടെ പദ്ധതിക്കായി പ്രതിമാസം 246.46 കോടി രൂപയുടെ അധിക ബാധ്യത സർക്കാർ വഹിക്കേണ്ടി വരും. അതേസമയം മലയോര മേഖലയിൽ പദ്ധതി പ്രായോഗികമാക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. ഇടുക്കിയിലെ 4 ഡിപ്പോകളിലായി 134 സർവീസുകൾ മാത്രമുള്ളപ്പോൾ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഓർഡിനറി ബസ്സുകൾ 53 എണ്ണം മാത്രമാണുള്ളത്. അതേസമയം ഇതേ മേഖലയിൽ സ്വകാര്യ ബസ്സുകൾ 270 സർവീസുകൾ നടത്തുന്നുണ്ട്. ഗ്രാമീണ മേഖലയിൽ KSRTC ബസ്സുകളുടെ കുറവ് പദ്ധതിയുടെ ലക്ഷ്യത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. കൂടുതൽ ബസ്സുകൾ അനുവദിക്കാതെ പദ്ധതി വിജയിക്കില്ലെന്നാണ് ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള വിലയിരുത്തൽ. സർക്കാർ തലത്തിൽ പരിശോധനകൾ തുടരുമ്പോഴും സൗജന്യ യാത്രയുടെ പ്രായോഗികതയിൽ അന്തിമ തീരുമാനം വരാനിരിക്കുന്നതേയുള്ളൂ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.